2 വയസ്സായ കുട്ടി അമ്മേന്ന് വിളിക്കണം നിർബന്ധമുണ്ടോ? എന്തായാലും ഒരു കുട്ടി ആ കുട്ടീൻ്റെ അച്ഛനെയും അമ്മേനെയും അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും എല്ലാവരെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവണം. ഒരു വയസ്സിലൊക്കെ കുട്ടികൾ ഇപ്പോൾ ടാറ്റ കാണിക്കും, ഫ്ലൈങ് കിസ് കൊടുക്കും, ഹൈഫൈ കൊടുക്കും, അങ്ങനെ 2 വയസ്സായിട്ട് എന്തായാലും ആ കുട്ടി അഡ്രസ്സ് ചെയ്യണം. ഒരു മിനിമം ഒരു 2 വേർഡ് സെൻറ്റൻസ് എങ്കിലും പറയണം. ഇതെല്ലാം ആ കുട്ടികളുടെ കൊഗ്നീഷനെയും ടെൻഷനെയും എല്ലാം സൂചിപ്പിക്കുന്ന ഓരോരോ പോയിന്റ്സ് ആണ്. അമീർ ഖാന്റെ താരേ സമീൻ പർ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ലേണിംഗ് ഡിസോർഡറിനെ കുറിച്ച് കാണുന്നത്. ഡിസ്ലെക്സിയ. എഴുതുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാം. അതായത് അവർക്ക് കറക്റ്റ് ഒരു ലൈനിൽ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് വെച്ച്, അതായത് സ്പേസ് ഇട്ട് എഴുതാൻ പറ്റാതിരിക്കുക. പഠിക്കാൻ മാത്രമായിരിക്കും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. പല പേരൻസും ഓർക്കും ഇവരെല്ലാത്തിലും ഓക്കെ അല്ലേ, എല്ലാ സ്ട്രക്ചറലി ഓക്കെയാണ്, ഫങ്ഷണലി ഓക്കെയാണ്, പിന്നെ എന്താ പഠിച്ചാൽ. പഠന വൈകല്യം മിക്ക പേരൻസും ഡയഗ്നോസ് ചെയ്യാൻ ലേറ്റ് ആവാറുണ്ട്. മെയിനായിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ കുറ്റപ്പെടുത്തും. അതെ, ചില ടീച്ചേഴ്സ് ഇങ്ങനെ കുറ്റപ്പെടുത്തും. അതെ, ലേബൽ ചെയ്യും. അതെ, അതൊരു ട്രോമയായിട്ട് കിടക്കില്ലേ. 5 ഇയേഴ്സ്, അതായത് LKG UKG എന്നുള്ള ആ ഒരു 2 വർഷം ആ കുട്ടി ആ സ്കൂളിൽ അനുഭവിച്ചിട്ടുള്ള മെന്റലി ഉള്ള സ്ട്രെസ് എന്തൊക്കെയായിരിക്കും. കുഞ്ഞു മക്കളാണെങ്കിലും പറയില്ലേ ഇവന് നന്നായി സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തത്തില്ലേ, ഇവന് നമ്മളുടെ കൂടെ കളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവൻ മാറിയിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ബുള്ളിങ്ങും ഇങ്ങനത്തെ ട്രോമയും നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത്. 2 വയസ്സായ കുട്ടി അമ്മേന്ന് വിളിക്കണം നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ 2 വയസ്സായ കുട്ടി കാക്കേനെയും പൂച്ചേനെയും കൃത്യമായിട്ട് തിരിച്ചറിയണമെന്നുണ്ടോ? ഇപ്പം നമ്മൾ പറയും കുട്ടികള് അവരുടെ ഒരു പ്രായത്തിനനുസരിച്ച് അങ്ങ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കോളും എന്ന് പറയും പണ്ടുള്ളവര്. അപ്പം നമുക്ക് എപ്പോഴാണ് കുട്ടികള് ഈ പ്രായത്തില് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഇന്നിന്ന കാര്യം പഠിക്കണമെന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 വയസ്സിലോ എന്തായാലും ഒരു കുട്ടി ആ കുട്ടീൻ്റെ അച്ഛനെയും അമ്മേനെയും അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും എല്ലാവരെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവണം. ഓ. യെസ്. ഒരു 1.5 വയസ്സ് തൊട്ട് കുട്ടികൾ കുറച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങും. 1 വയസ്സിലൊക്കെ കുട്ടികൾ ഇപ്പോൾ ടാറ്റ കാണിക്കും, ഫ്ലൈങ് കിസ് കൊടുക്കും, ഹൈഫൈ കൊടുക്കും, അങ്ങനെ മോട്ടർ ഇമിറ്റേഷൻ എന്ന് നമ്മൾ പറയാം. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന കോപ്പി ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പപ്പ മമ്മ അല്ലെങ്കിൽ അമ്മ അച്ഛ അങ്ങനെയൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങും. അങ്ങനെ അഡ്രസ്സ് ചെയ്ത് വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 2 വയസ്സായിട്ട് എന്തായാലും ആ കുട്ടി അഡ്രസ്സ് ചെയ്യണം. ഒരു മിനിമം ഒരു 2 വേർഡ് സെൻറ്റൻസ് എങ്കിലും പറയണം. 2 വേർഡ് മസ്റ്റായിട്ടും ഓരോ കാര്യങ്ങളും പിക്ചേഴ്സ് കാണിക്കുമ്പോൾ അത് ലേബിൾ ചെയ്തിട്ട് തന്നെ ഉണ്ടാവണം. ഇപ്പോൾ ഒരു കാക്ക പോകുമ്പോൾ കാക്ക എന്ന് പറയണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റാർ കണ്ടു, ദേ സ്റ്റാർ, അങ്ങനെ പോയിന്റ് ചെയ്യണം. ഒരു 1.5 വയസ്സിലൊരു കുട്ടി മസ്റ്റായിട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ടാവണം. ഇതെല്ലാം ആ കുട്ടികളുടെ കൊഗ്നീഷനെയും അതുപോലെ തന്നെ അറ്റൻഷനെയും എല്ലാം സൂചിപ്പിക്കുന്ന ഓരോരോ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇത് ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൈൽ സ്റ്റോൺസ് അവർ അച്ചീവ് ചെയ്യേണ്ടതുമാണ്. ഇപ്പൊ നമുക്ക് ഇത്തരം കുട്ടികള് ഈ 2 വയസ്സാകുമ്പോഴത്തേക്ക് അമ്മാന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ കാക്കാനെയും പൂച്ചേനെയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതായത് ചില പേരൻസ് പറയും 1 വർഷം കൂടി വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 വർഷം കൂടി വെയിറ്റ് ചെയ്യാം, കുട്ടികളല്ലേ അവർ വളരട്ടെന്ന് വിചാരിക്കും. അപ്പോൾ എന്തിനായാലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ ഒരു സമയത്ത് ഈ 2 വയസ്സുള്ള കുട്ടീനെയും കൊണ്ട് തെറാപ്പിക്ക് വരണം എന്നാണ് മാം റെക്കമെൻഡ് ചെയ്യുക? തെറാപ്പിക്ക് വരണം എന്നല്ല സൂര്യൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുക. പക്ഷെ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ അതിൻ്റെ കൺസൾട്ടൻറ്റ് പ്രൊഫഷണൽസിനെയോ മസ്റ്റായിട്ടും അവർ കണ്ടിരിക്കണം. അതായത് ഇപ്പോൾ 2 വയസ്സായിട്ടും ഒരു കുട്ടി നമ്മൾ വിളിച്ചാൽ നോക്കുന്നില്ല, അല്ലെങ്കിൽ അപ്പ അമ്മ എന്നൊന്നും അഡ്രസ്സ് ചെയ്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാക്കേനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആപ്പിൾ കാണിക്കുമ്പോൾ ആപ്പിൾ എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു 10-20 വേർഡ്സ് എങ്കിലും മിനിമം പറയണം. ഓ. അതെ, ഒരു 20 വേർഡ്സ് എങ്കിലും മിനിമം പറയണം. ഇത്ര പോലും പറയണില്ലെങ്കിൽ ഒന്ന് ഈ പ്രൊഫഷണൽസിനെ കാണിച്ച് കുട്ടിക്ക് അങ്ങനെ വേറെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു പാരന്റിന്റെ കടമ തന്നെയാണ്. മാം ഇപ്പോൾ ക്ലാസ്സിൽ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക് ഈ 2 കുട്ടികൾക്കും പഠിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കുട്ടിക്ക് ടീച്ചേഴ്സും പേരൻസും ഒക്കെ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പഠിക്കും. പക്ഷെ മറ്റേ കുട്ടിക്ക്
എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാവുന്നില്ല. ഇപ്പൊ രണ്ടുപേർക്കുമുള്ള ലേണിംഗ് ഡിസോർഡർ വ്യത്യാസമാണ്. എന്താണ് ഈ രണ്ട് തരത്തിലുള്ള ലേണിംഗ് ഡിസോർഡേഴ്സ് ഈ കുട്ടികളിൽ കാണുന്നത്? ഇപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൽ ഒരു 10-30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 കുട്ടികളും വ്യത്യസ്ത രീതിയിലായിരിക്കും പഠിക്കുന്നത്. ചില കുട്ടികൾ വിഷ്വലി ആയിരിക്കും, കണ്ട് പഠിക്കുന്നതായിരിക്കും. ചില കുട്ടികൾ കേട്ട് പഠിക്കുന്നതായിരിക്കും. ചില കുട്ടികൾ അത് കൈനസെറ്റിക് ലേണേഴ്സ് എന്ന് പറയും, മൂവ്മെന്റ് എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അങ്ങനെ ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് ഓരോ മക്കൾക്കും ഉണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ എഫേർട്ട് ഒരു ടീച്ചറോ അല്ലെങ്കിൽ എക്സ്ട്രാ അറ്റൻഷൻ ഒരു ടീച്ചറോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കും. ചില കുട്ടികൾക്ക് അത്ര എക്സ്ട്രാ എഫേർട്ട് കൊടുത്താൽ പോലും പഠിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പം കുട്ടികൾക്ക് എന്തെങ്കിലും പഠന വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ചിലപ്പോൾ ശ്രദ്ധക്കുറവായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠന വൈകല്യങ്ങളായിരിക്കാം. അത് കറക്റ്റായിട്ടൊന്ന് റൂൾ ഔട്ട് ചെയ്ത് നമ്മളൊരു റെമഡിയൽ ടീച്ചിങ്ങും ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ IEP ഗോൾസ് ഒക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട് കുട്ടികളിൽ. ഇതെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ റെക്ടിഫൈ ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും, അത് ഒരു ഏർലി ഇയേഴ്സിലാണുള്ളത്. എസ്പെഷ്യലി ഒരു 7 ഇയേഴ്സ് വരെയാണ് നമ്മുടെ ബ്രെയിൻ വളരെ ഓരോ ദിവസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കാനും ആ സമയത്താണ് സാധിക്കുന്നത്. ഒരു ദിവസം നമ്മൾ ലോസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം ഒരു ലോസാണ്. അപ്പോൾ അതിന് ഏർലി ആയിട്ട് ഇൻ്റർവെൻഷൻ എടുക്കുക. ഏർലി ഇൻ്റർവെൻഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൻ്റെ ചാലഞ്ചസ് കുറഞ്ഞു കിട്ടും. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നതാണേ. ആ കുട്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു 5 വയസ്സുണ്ട്. 5 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടിക്ക് സ്പീച്ച്, അതായത് സംസാരം വളരെ കുറവാണ്. ഇപ്പോഴും വേർഡ്സ് ഒക്കെ പറയത്തുള്ളൂ. അതുപോലെ കുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീച്ചേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി പഠിക്കുന്നത് UKG-യിലാണ്. ആ UKG-യിലാകുമ്പോൾ കുട്ടിക്ക് സംസാരം കുറവ് കാരണം കുട്ടിക്ക് ടീച്ചറിനെ ശരിക്കും ശ്രദ്ധിക്കാനോ ടീച്ചർ പറയുന്നത് മനസ്സിലാക്കാനോ മറ്റു കുട്ടികളായിട്ട് കളിക്കാനോ അല്ലെങ്കിൽ ഇടപഴകാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടി വന്നിട്ടുള്ളത് ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ടാണ്. അവൻ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന ആ പേരൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇത്ര നാളായിട്ട് എന്താ ആ കുട്ടീൻ്റെ സംസാരം ശരിയാക്കാതിരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു ശരിയാവും എന്ന് ഓർത്ത് ഡോക്ടറെ, നഴ്സറി വിടുമ്പോൾ ശരിയാവും, അല്ലെങ്കിൽ സ്കൂളിൽ വിടുമ്പോൾ ശരിയാവും. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പം നിങ്ങളുടെ കുട്ടിയിൽ ഞാൻ അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂസ് എന്തൊക്കെയാ? ശ്രദ്ധക്കുറവ്, സംസാരക്കുറവ്, സോഷ്യലൈസേഷൻ, മറ്റു ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാത്തതുകൊണ്ട് സോഷ്യലൈസേഷൻ ഡിഫിക്കൽട്ടി, ജോയിന്റ് അറ്റൻഷൻ, അതായത് ടീച്ചറിനെ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് സാധിക്കുന്നില്ല, അതോടൊപ്പം തന്നെ പഠിക്കാനും ബുദ്ധിമുട്ട്. ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കുട്ടിക്ക് മനസ്സിലാവണ്ടേ? ആദ്യമേ ഒരു കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങള് ഇപ്പം ഈ കുട്ടി, ഈ സെയിം കുട്ടി ഒരു 2.5 വയസ്സിൽ 3 വയസ്സിൽ നമ്മുടെ അടുത്ത് വരുന്നെങ്കിൽ ആ കുട്ടിയുടെ ചിലപ്പോൾ ശ്രദ്ധക്കുറവ് ആ സമയത്ത് ഉണ്ടാവാം, അതോടൊപ്പം തന്നെ സംസാരക്കുറവും ഉണ്ടാവാം. ഈ 2 കാര്യവും അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സാകുമ്പോഴത്തേക്കും നന്നായിട്ട് സംസാരിച്ച് മറ്റു കുട്ടികളുടെ കൂടെ ഇന്ററാക്ട് ചെയ്ത് ടീച്ചർ പറയുന്നത് മനസ്സിലാക്കി ക്ലാസ്സിൽ അത്യാവശ്യമൊക്കെ ശ്രദ്ധിച്ചിരുന്ന് അത്യാവശ്യം പഠിക്കാനും സാധിക്കില്ലായിരുന്നോ? ഞാനത് പറഞ്ഞു കൊടുക്കും. അപ്പൊ ചില പേരൻസിനോട് ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര നാൾ ഇഗ്നോർ ചെയ്തത്? അപ്പോൾ ചിലപ്പോൾ അവരുടെ അവയർനെസ് ഇല്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആളുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. എൻ്റെ കുട്ടി 4 വയസ്സായപ്പോൾ 5 വയസ്സായപ്പോൾ നന്നായി സംസാരിച്ചു തുടങ്ങി, ഒന്നും പേടിക്കേണ്ട, ഒരു ഡോക്ടറെയും കാണിക്കേണ്ട, ഇത് ഓക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ അവർ പറയും നിന്റെ വീട്ടിൽ നീ സംസാരിച്ച ലേറ്റ് ആയിട്ടാണ്, അതായത് പാരന്റ് സംസാരിച്ച ലേറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ സിബ്ലിങ്സ് സംസാരിച്ച് ലേറ്റ് ആയിരുന്നു, എനിക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ. പക്ഷെ ഒരു 20 ഇയേഴ്സ് ബാക്കുള്ള ജനറേഷൻ ആണോ ഇപ്പോഴത്തെ ജനറേഷൻ? അല്ല. നമ്മള് 20 ഇയേഴ്സ് ബാക്കുള്ള ഫുഡാണോ ഇപ്പൊ കഴിക്കുന്നത്? ഇപ്പോഴത്തെ ജനറേഷൻ ഇത്രയും കൂടി ഫാസ്റ്റ് അല്ലേ? അതെ, ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണ്ടേ? അല്ലാതെ നമ്മുടെ എന്തോ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽസ് മാറി, നമ്മുടെ ജീവിത രീതികൾ എത്ര വ്യത്യാസം വന്നു. അപ്പൊ അതെല്ലാം നമ്മൾ അഡ്രസ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഒരു 20 ഇയേഴ്സ് ബിഫോർ അത് പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സാധിക്കോ? ഇപ്പൊ തന്നെ ടീച്ചേഴ്സൊക്കെ കുട്ടികളുടെ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കി മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി അവരൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു 20 ഇയേഴ്സ് ബിഫോർ ഒരു കുട്ടി പഠിച്ചില്ലെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് അങ്ങനെയല്ല കേസ്, ബിക്കോസ് കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. അതുപോലെ പേരൻസിനും ആ കുട്ടികളിലുള്ള എക്സ്പെക്ടേഷൻ കൂടുതലാണ്. എല്ലാ പേരൻസിനും 1-2 കുട്ടികളേ ഉള്ളൂ. അപ്പൊ അവർക്ക് ആ കുട്ടികളെ മാക്സിമം ഔട്ട്പുട്ടിലേക്ക് മാക്സിമം പൊട്ടൻഷ്യൽ റീച്ച് ചെയ്യിപ്പിക്കണം എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. സൂര്യ, ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, അപ്പോൾ നമ്മുടെ ഒരു 5 വയസ്സായി കഴിഞ്ഞാൽ അഡ്രസ് ചെയ്യേണ്ട ഇഷ്യൂസ് ഡിഫറെന്റാ. ഓരോ ദിവസം ഓരോ കുട്ടികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ കുട്ടികളെ അച്ചീവ് ചെയ്യേണ്ട മൈൽ സ്റ്റോൺസും
കയറിക്കൊണ്ടിരിക്കുക, അവരുടെ ഏജ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അവരുടെ സ്കിൽസ് എവിടെയാ നിൽക്കുന്നത്? ദാറ്റ്സ് എ മെയിൻ പോയിന്റ്, റൈറ്റ്? അതെ. അപ്പൊ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ ഓരോ ദിവസവും ഡിലേ വന്നുകൊണ്ടിരിക്കുക, ഈ ഡെവലപ്മെന്റൽ ഡിലേ വന്നുകൊണ്ടിരിക്കുക. അത് ബ്രിഡ്ജ് ചെയ്യണം. അപ്പൊ ആ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് കൂടും. ആ ബ്രിഡ്ജ് ചെയ്യാനുള്ള ഗ്യാപ്പ് കൂടും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിക്കാണെങ്കിൽ ആ ഒരു അറ്റൻഷനും കൊഗ്നീഷനും സോഷ്യൽ കമ്മ്യൂണിക്കേഷനും സ്പീച്ച് ആൻഡ് ലാംഗ്വേജും ചെയ്താൽ റെഡി ആയിട്ടുള്ള കേസ് നമുക്കൊരു 5 വയസ്സാകുമ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അക്കാഡമിക്കും സ്കൂളിലെ ബിഹേവിയറും സ്കൂൾ റെഡിനെസ്സും പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷനും അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റൻഷനും സ്പീച്ചും എല്ലാമാണ്. അപ്പോൾ എത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? കുട്ടിയുടെ സ്കിൽസ് സ്റ്റിൽ ആ ഒരു 3 വയസ്സിലോ 2 വയസ്സിൽ തന്നെ നിൽക്കും. പക്ഷെ കുട്ടിയുടെ ബയോളജിക്കൽ ഏജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ കുട്ടി അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ സ്റ്റിൽ കുട്ടിയൊന്നും അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം പേരൻസിന് ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും, ഇത് പറ്റില്ല, ഇങ്ങനെ പറ്റില്ല, എന്തായാലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ സ്കൂളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, സ്കൂളിൽ അവർക്ക് അക്കാഡമിക്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വരിക. പക്ഷെ അതിനു മുൻപ് വന്നിരുന്നെങ്കിലോ ആ കുട്ടിയുടെ ലൈഫ് എന്തോ ഒരു ഹാപ്പി ആയേനെ, നമുക്ക് എന്തോ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടീനെ വാർത്തെടുക്കാൻ പറ്റിയേനെ. അപ്പൊ ഈ ഒരു LKG UKG ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയായിരിക്കും? അതെ, മറ്റ് ഒന്നാമത് ചില ടീച്ചേഴ്സ് ഇങ്ങനെ കുറ്റപ്പെടുത്തും. അതെ, ലേബൽ ചെയ്യും. അതെ, എല്ലാ ടീച്ചേഴ്സും അല്ല, ചില ടീച്ചേഴ്സ് അങ്ങനെ പറയും. അതെ, ചിലവര് മേ ബി ബിക്കോസ് ഓഫ് ഇഗ്നോറൻസ് വാട്ട് എവർ. അപ്പോൾ ആ ലേബലിംഗ് വരുമല്ലേ കുട്ടികൾക്ക്, അതൊരു ട്രോമയായിട്ട് കിടക്കില്ലേ? അതിലും ഏറ്റവും ബെറ്റർ അല്ലേ എന്തെങ്കിലും ഒരു ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ ഒരു കറക്റ്റ് പ്രൊഫഷണലായിട്ട് ഇത് ചെന്ന് അത് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് ആ കുട്ടീൻ്റെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് പോണത്. അപ്പൊ അങ്ങനെയല്ലേ ഒരു പാരന്റ് ഒരു കോൺഫിഡൻറ്റ് ചൈൽഡിനെ റേസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഒരു 4-5 ഇയേഴ്സ്, അതായത് LKG UKG എന്നുള്ള ആ ഒരു കേസാണ് ഞാൻ പറയുന്നത്. ആ ഒരു 2 വർഷം ആ കുട്ടി ആ സ്കൂളിൽ അനുഭവിച്ചിട്ടുള്ള മെന്റലി ഉള്ള സ്ട്രെസ് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ ട്രോമയിലൂടെ ആ കുട്ടി പോയിട്ടുണ്ടാവും? കുഞ്ഞു മക്കളാണെങ്കിലും പറയില്ലേ, ഇവന് നന്നായി സംസാരിക്കാൻ അറിയില്ല. ടീച്ചേഴ്സ് പറയുന്ന കുറവായിരിക്കാം, എന്നാലും കുഞ്ഞു മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയില്ലേ, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തത്തില്ലേ, ശരിയാ, ഇവന് നമ്മളുടെ കൂടെ കളിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇവൻ മാറിയിരിക്കുക, അല്ലെങ്കിൽ ഇവള്, ഓക്കെ വാട്ട് എവർ. അപ്പൊ ഇങ്ങനത്തെ ബുള്ളിങ്ങും ഇങ്ങനത്തെ ട്രോമയും നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത്. അതിനു മുൻപ് നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് കൊടുക്കുമ്പം ഓരോ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പം നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് നർച്ചർ ചെയ്യേണ്ട കുട്ടി നല്ല സൂപ്പറായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മളൊരു നർച്ചർ ചെയ്യേണ്ട കുട്ടി എന്ന് വെച്ചാൽ ഒരു റിയൽ വേൾഡ് സെറ്റിങ്ങിലേക്ക് പ്രിപ്പയർ ചെയ്ത് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ വാർത്തെടുത്തോണ്ട് വരുന്നത്. മാം താരേ സമീൻ പർ സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അമീർ ഖാന്റെ താരേ സമീൻ പർ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ലേണിംഗ് ഡിസോർഡറിനെ കുറിച്ച് കാണുന്നത്, ഡിസ്ലെക്സിയ. ഇഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള 8 വയസ്സുള്ള കുട്ടിക്ക് അവന് ബിയും ഡിയും തമ്മില് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ബി ഇങ്ങനെ രണ്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അച്ഛനാണെങ്കിൽ എപ്പോഴും വഴക്ക്, ഇതെന്താ ഇവന് പഠിക്കാൻ പറ്റാത്ത, ചേട്ടനെ പോലെ പഠിക്കുന്നിട്ട് എപ്പോഴും ആ കുട്ടീനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ട്രോമയുണ്ട്. പിന്നീട് ഈ കുട്ടീനെ ബോർഡിംഗിലേക്ക് ആക്കുന്നു. അവിടെ അമീർ ഖാൻ ഒരു ടീച്ചറായിട്ട് വരുന്നു. അപ്പൊ അമീർ ഖാനും നേരത്തെ ഡിസ്ലെക്സിയ അനുഭവിച്ചിരുന്നു ചെറുപ്പത്തിൽ. പിന്നീട് പുള്ളി അത് ട്രാക്ക് ചെയ്ത് അതിൽ അതിജീവിച്ച ഒരാളാണ്, അല്ലെ അച്ചീവ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ഈ കുട്ടീനെ അദ്ദേഹത്തിന്റെ ഒരു ബാല്യമായിട്ട് കമ്പയർ ചെയ്യാണ്, അല്ലെങ്കിൽ സാമ്യപ്പെടുത്തുകയാണ്. പിന്നെയാണ് അമീർ ഖാൻ കുട്ടിക്ക് ഡിസ്ലെക്സിയ എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഡിസ്ലെക്സിയ നമുക്കറിയാം. ഡിസ്ലെക്സിയ ഇല്ലാതെ മറ്റ് ലേണിംഗ് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? ഡിസ്ലെക്സിയ പറഞ്ഞാൽ കുട്ടികൾക്ക് അത് റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളാണ്. മെയിൻലി റീഡിങ്ങിലാണ് ബുദ്ധിമുട്ട് വരിക. ഡിസ്ഗ്രാഫിയ പറഞ്ഞാൽ റൈറ്റിങ്ങിലായിരിക്കും ഡിഫിക്കൽട്ടി. അതായത് ഇപ്പോൾ ഒരു ബീന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അവർക്ക് ആ സ്ട്രക്ചറിൽ എഴുതാൻ പറ്റില്ല. എഴുതുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാം. അതായത് അവർക്ക് കറക്റ്റ് ഒരു ലൈനിൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് വെച്ച്, അതായത് സ്പേസ് ഇട്ട് എഴുതാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചർ കറക്റ്റായിട്ട് എഴുതാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ കൈ പെട്ടെന്ന് മടുത്ത് പോവുക, എഴുതാനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കുക. ഇങ്ങനത്തെയൊക്കെയാണ് കുറേ അങ്ങനത്തെ സിംറ്റംസ് വരുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് ഡിസ്കാൽക്കുലിയ, അതായത് അരിത്തമെറ്റിക് ആയിട്ടുള്ള, അതായത് മാത്ത് പ്രോബ്ലംസ്, മാത്ത് സംസ്, ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടീസ്.
ഇപ്പോൾ ഈ ഒരു പഠന വൈകല്യം മിക്ക പേരൻസും ഡയഗ്നോസ് ചെയ്യാൻ ലേറ്റ് ആവാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒന്നാമത് ആ കുട്ടി സ്കൂളിൽ പോകുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. അതൊന്ന് അത് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഒരു 5 വയസ്സ് 6 വയസ്സാകുമ്പോൾ വന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷേ മെയിനായിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ കുറ്റപ്പെടുത്തും. അതെ. ഇവർ ലേസിയാണ്, ഇവർക്ക് വേറെ എല്ലാം ചെയ്യാൻ പറ്റും. അവൻ പഠിക്കുന്നുണ്ടല്ലോ, നിനക്കെന്താ പഠിക്കാൻ പറ്റാത്തെ? എന്തുകൊണ്ട് പേരൻസ് അങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ അത് അവരുടെ പ്രശ്നമല്ല. വെച്ചാൽ ഇവർ വേറെ എല്ലാത്തിലും എക്സൽ ആയിരിക്കും. ലൈക്ക് ഇവർ പാട്ട് പാടും, ചിലപ്പം നന്നായിട്ട് ഡ്രോ ചെയ്യും, നന്നായിട്ട് ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യും, നന്നായി സംസാരിക്കും, വേറെ ഡെയിലി റൂട്ടീനും എല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷെ പഠിക്കാൻ മാത്രമായിരിക്കും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനെ വരുമ്പം പല പേരൻസ് ഓർക്കും ഇവരെല്ലാത്തിലും ഓക്കെ അല്ലേ, എല്ലാ സ്ട്രക്ചറലി ഓക്കെ ആണ്, ഫങ്ഷണലി ഓക്കെ ആണ്, പിന്നെ എന്താ പഠിച്ചാൽ, അപ്പം പഠിക്കാൻ മടി. പക്ഷെ മടി ആയിരിക്കത്തില്ല അത്. അത് ഈ ഒരു സിംറ്റം ആയിരിക്കാം. ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റീൻ്റെ, ലേണിംഗ് ഡിസോർഡറിൻ്റെ ഒക്കെ സിംറ്റം ആയിരിക്കാം. ആ സിംറ്റം നമ്മൾ മനസ്സിലാക്കി ആ കുട്ടീനെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൻഷനിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, നമുക്ക് റെമഡിയൽ ടീച്ചിങ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അങ്ങനെ കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ റെക്ടിഫൈ ചെയ്ത് അവരുടെ റീഡിങ്ങും റൈറ്റിങ്ങും അരിത്തമെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് അത് സോൾവിങ്ങും എല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അവർക്ക് നല്ലൊരു ബെറ്റർ ഫ്യൂച്ചർ കൊടുക്കാനും പറ്റും.